വളരെ പ്രധാനപ്പെട്ട വിധി. ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതേസമയം അമ്മയെ വെറുതെ വിട്ടിരിക്കുന്നു. കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ തെളിഞ്ഞിരിക്കുന്നു. അതായത് ഷാരോണിനെ കൊന്നത് ഗ്രീഷ്മ തന്നെയാണ് എന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. വളരെ വളരെ സുപ്രധാനമായ വാർത്ത. പാറശാല ഷാരോൺ കൊലക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. 3 പ്രതികളായിരുന്നു ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലീസ് മുന്നോട്ട് വെച്ചെങ്കിൽ മൂന്നാമത്തെ പ്രതി അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുന്നു. പോലീസിന് അഭിമാനിക്കാം, പ്രോസിക്യൂഷൻ അഭിമാനിക്കാം. ശ്രമകരമായി ഈ കേസ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു പ്രണയപക എന്നുള്ളതിലുപരി ഒരു പ്രണയബന്ധം ഒഴിവാക്കാനായി ആൺ സുഹൃത്തിനെ കൊന്നു. അതും കൃത്യമായ ഇടവേളകളിൽ അല്പാൽപ്പം വിഷം കൊടുത്ത് കഷായത്തിൽ വിഷം ചേർത്ത് കൊന്നു എന്ന കേരള ചരിത്രത്തിലെ തന്നെ അഭൂതപൂർവമായ കേസായിരുന്നു ഷാരോൺ വധക്കേസ്. ഷാരോൺ വധക്കേസിൽ പ്രതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവിടെ കൃത്യമായി ഷാരോണിന്റെ പെൺ സുഹൃത്തായ ഗ്രീഷ്മ ഈ കേസിൽ കൊലപാതകം നടന്നു എന്ന കാര്യം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഷാരോൺ വധക്കേസിൽ പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. അമ്മാവൻ നിർമ്മലകുമാർ, രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മാവൻ നിർമ്മലകുമാരും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. തെളിവ് നശിപ്പിക്കൽ എന്ന കുറ്റമാണ് രണ്ടാം പ്രതിക്കെതിരെ കോടതി ചുമത്തിയിരിക്കുന്നത്. തെളിവ് നശിപ്പിക്കൽ, അതായത് കീടനാശിനിയുടെ ബോട്ടിൽ നശിപ്പിച്ചതടക്കം നിർമ്മലകുമാരൻ നായരാണ്. അമ്മാവൻ അദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. തെളിവ് നശിപ്പിക്കലാണ്. ഇവിടെ കൊലപാതകം അടക്കമുള്ള കേസുകളിലാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, വളരെ സങ്കീർണമായ ഒരു കേസായിരുന്നു. കേരള പോലീസിന്റെ അന്വേഷണ ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു കേസ് ഉണ്ടായി കാണില്ല. ആ കേസിൽ പോലീസിന്റെ അന്വേഷണം ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നു. വിചാരണ കോടതി പ്രതിയെ കുറ്റക്കാരി എന്ന് കണ്ട് വിധിച്ചിരിക്കുന്നു. ശിക്ഷ പ്രഖ്യാപിക്കും. ഇത് പോലീസിനെ സംബന്ധിച്ചും അഭിമാനിക്കാനുള്ള മുഹൂർത്തമാണ്.